അപ്പോൾ ഇവിടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നുപോലും ഏറ്റെടുക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പാലസ്തീനിലെ ഗാസയിലെ വിഷയം ഏറ്റെടുത്ത് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് CPM-നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാർ. നിസ്സംശയം വഴങ്ങും, ഒരു സംശയമില്ല. ശ്രീ ആബിദ് ഹുസൈൻ, താങ്കൾ ചോദിക്കൂ. ഞാൻ അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ മൈലുകൾക്കപ്പുറം എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അധികം മൈലുകളൊന്നും ഇല്ലല്ലോ നമ്മളുടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ. അവിടെ നടന്നിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അവിടെ പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. അതുമല്ല, ഇപ്പൊ പോട്ടെ, ഈ UP തന്നെ നടക്കുന്ന ഈ കൺവേർഷൻ റാക്കറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. പോട്ടെ, ഇനി അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഈ പട്ടിണിയാണ് അല്ലെങ്കിൽ ജനോസൈഡാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതുവരെ പ്രൂവ് ചെയ്യാത്തൊരു സാധനമാണ് ഈ പറയുന്ന ഗാസയിൽ ജനോസൈഡ് നടക്കുന്നു എന്നുള്ളത്. ഒരു വിശ്വാസം അല്ലാതെ തെളിവില്ല. ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. അതായത് ബോംബിടാൻ പോകുന്നതെന്ന് വിളിച്ച് പറയുന്ന ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഒരു ജനോസൈഡ് ആരും നടത്താറില്ല. ഇനി അങ്ങനെ ജനോസൈഡ് വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം, ഡ്രൂസുകൾ അവിടെ കൊന്നുപോലെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ സ്വന്തം കാര്യം വന്നപ്പോൾ എന്തിനാ ഒരു മുടന്ത ന്യായം? പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ഫേസ് ചെയ്യുന്ന സ്ഥലം യമനാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഈ പറയുന്ന ഉദ്ദേശശുദ്ധിയുടെ അതിന്റെ പോരായ്മ, അതിന്റെ ആ ഒരു പൊള്ളത്തരമാണ് സത്യത്തിലൂടെ വെളിച്ചത്ത് വരുന്നത്. നമ്മളെ കാണിക്കാൻ അത് പറയുമ്പോൾ അവകാശമില്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിലെ ഈ പൊള്ളത്തരമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇവിടെ വെളിച്ചത്ത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നീലക്കുറുക്കിന് എഫക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. എത്ര പ്രക്ഷോഭം നടത്തി നിങ്ങൾ? എത്ര റാലി നിങ്ങൾ ചോദിച്ചതല്ല, നിലപാടാണ് ചോദിച്ചത്. നിലപാടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നിലപാടൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കെട്ടുന്ന ആ ഒരു കൗശലം കഴിയില്ല. ഇപ്പൊ രാംകുമാർ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കടലോര പാർട്ടിയല്ലേ CPIM. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ബംഗ്ലാദേശിൽ പോയി എങ്ങനെ സമരം നടത്താനാണ്? അഖിലേന്ത്യാ തലത്തിൽ പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞു ഈ സൗത്ത് സ്കേർട്ടിലുള്ള ഒരു ചെറിയ കുഞ്ഞു പാർട്ടിയാണല്ലോ CPIM. പക്ഷെ നിലപാടുണ്ട്. അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ, ആവേശം കൊള്ളിക്കാൻ, അത് മതി. ഗാസയിൽ പോകാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ബംഗ്ലാദേശിൽ പോകാൻ പറ്റില്ല. അതെ, ഇല്ല, ഗാസയിലും പോയില്ലല്ലോ അനിൽ നമ്പ്യാർ. അത് സംബന്ധിച്ച് ഗാസയിൽ പോകാനാണല്ലോ അനുമതി ചോദിച്ചത്. അത് നടക്കില്ല, അനുവദിക്കില്ല ഞാൻ. നമുക്കറിയാം, പാലസ്തീൻ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഗാസ വിഷയത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ താല്പര്യമുണ്ട്. കാരണമുണ്ട്. ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും. ലോകത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. യുക്രൈനും റഷ്യയുമായി സംഘർഷം നടക്കുന്നുണ്ട്. പക്ഷേ ആ സംഘർഷങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ ഒന്നും തന്നെ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ആശങ്ക CPM സാധാരണ എങ്ങും പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വെറുതെ അല്ല ഒന്നാമത്തത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? എന്ത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് നിങ്ങൾ ആരോപിക്കാൻ ഉത്സാഹിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? ഖാലിദ് മഷാൽ എന്ന് പറഞ്ഞ ആള് ഒരു തീവ്രവാദിയാണോ? അല്ല, താങ്കൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു സർ. താങ്കൾ തന്നെ പറഞ്ഞില്ല ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ താങ്കളുടെ ആ ഇഷ്യൂ സെറ്റിൽഡ് അല്ലേ അവിടെ? അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് തീവ്രവാദ സംഘടനയല്ല. ചോദിക്കണല്ലോ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം, യൂണിയൻ ഗവൺമെന്റ് കാര്യം താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ഉന്നയിച്ചു കഴിഞ്ഞല്ലോ, ഇല്ലേ? ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണുന്നില്ല. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന, ഹമാസിനെ ഇന്ത്യ രാജ്യം ഭീകര പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടോ? നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാം ഒരേ കണക്കാണല്ലോ. ഹമാസിനെ ഇന്ത്യ രാജ്യത്തിന് ഭീകര പട്ടികയിൽ പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയോ? ഇവിടെ ഭീകരരെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വിദേശകാര്യ മന്ത്രാലയമല്ല, ഹോം മിനിസ്ട്രിയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ശ്രദ്ധയാ. അപ്പോ ഹമാസിന്റെ തലവൻ ഇവിടെ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഉഭയകക്ഷി ബന്ധം വഷളാവൂ എന്നൊക്കെ പറയുന്നതിന് എന്തടിസ്ഥാനമാണുള്ളത്? എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കോ? ശ്രീമതി നിഷ, ഹമാസിന്റെ നേതൃത്വത്തിൽ 2023 ഇസ്രായേൽ നടന്നിട്ടുള്ള ഒക്ടോബർ 7 സ്ട്രൈക്ക് ഭീകരവാദമാണ്, തീവ്രവാദാക്രമണമാണ് ഇന്ത്യ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? എനിക്ക് സമ്മതമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അന്ന് ചെയ്തിട്ടുള്ള ട്വീറ്റിൽ ഹമാസ് നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീനെ ടെററിസ്റ്റ് ആക്ട് എന്നാണ് വിളിച്ചിട്ടുള്ളത്.
സമ്മതിക്കില്ല അല്ലേ? ഹമാസിന്റെ പ്രവർത്തികൾ തീവ്രവാദ സ്വഭാവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ ആവർത്തിച്ച് അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ UAPA കീഴിലുള്ള നിരോധിത സംഘടനകളിൽ ഉൾപ്പെടുത്തുക എന്നാണ്. അത് ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ആക്ടിവിറ്റികളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് വിദേശ ബോക്കോ ഹറാമിനെ നമ്മൾ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ബോക്കോ ഹറാം ഇന്ത്യയിൽ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ നിരവധി സംഘടനകളെ നമ്മൾ ഭീകരവാദ പട്ടികയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള സംഘടനകളെ മാത്രമേ നമുക്ക് UAPA നിയമത്തിന്റെ കീഴിൽ ഭീകര സംഘടനകളാക്കി ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഹമാസ് പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഹമാസ് ഒരു സമാധാനപരമായിട്ടുള്ള മാനവിക സംഘടനയാണ് എന്ന അഭിപ്രായം ഇന്ത്യ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് ദയവായിട്ട് വിചാരിക്കരുത്. ഹമാസിന്റെ ആക്ടിനെ an act of terror എന്ന് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏറ്റില്ല അല്ലേ? ഇല്ല. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.